രുദ്രാക്ഷത്തെപ്പറ്റി വ്യത്യസ്തമായ ധാരണകളാണ് പലർക്കുമുള്ളത്. രുദ്രാക്ഷം ധരിക്കുമ്പോൾ അറിവുള്ളവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിക്കുന്നത് നന്നായിരിക്കും. സാധാരണയായി 14 മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷങ്ങളാണ് കാണപ്പെടുന്നത്. രുദ്രാക്ഷ ധാരണത്തിന് പ്രത്യേകം വിധി പറയുന്നുണ്ട്. കഴുത്തിൽ 32 രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത്. ശിരസിൽ 40ഉം കാതുകളിൽ 6 വീതവും കൈകളിൽ 12 വീതവും രുദ്രാക്ഷം ധരിക്കണം. ശിവസ്വരൂപമായ ഏകമുഖ രുദ്രാക്ഷം ധരിക്കുന്നവരിൽ നിന്ന് ബ്രഹ്മഹത്യാ പാപമാണ് നശിച്ചു പോകുന്നത്. ഗൗരീ ശങ്കരം എന്ന് വിളിക്കുന്ന ദേവീ സ്വരൂപമായ ദ്വിമുഖ രുദ്രാക്ഷം ധരിച്ചാൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ ഒക്കെയും നശിച്ചു പോകും. 3 മുഖമുള്ള അഗ്നിസ്വരൂപം ധരിച്ചാൽ സ്ത്രീ ഹത്യാ പാപമാണ് നശിക്കുന്നത്. 4 മുഖമുള്ള രുദ്രാക്ഷം ബ്രഹ്മസ്വരൂപമാണ്. ഇത് ധരിച്ചാൽ നരഹത്യാ പാപം നശിക്കും. കാലാഗ്നി സ്വരൂപമായ പഞ്ചമുഖ രുദ്രാക്ഷം ഭക്ഷ്യയോഗ്യമല്ലാത്തതിനെ ഭക്ഷിച്ചും പ്രാപ്യയോഗ്യമല്ലാത്തതിനെ പ്രാപിച്ചതുമായ പാപങ്ങൾ ഒക്കെയും ഇല്ലാതാകും. സാധാരണ മനുഷ്യർ ഈ പഞ്ചമുഖ രുദ്രാക്ഷമാണ് പൊതുവെ ധരിച്ചു കാണുന്നത്. കാർത്തികേയ സ്വരൂപമായ 6 മുഖ രുദ്രാക്ഷം ധരിക്കേണ്ടത് വലത് കൈയിലാണ്. ഇത് ധരിച്ചാൽ ബ്രഹ്മഹത്യാപാപം നശിച്ചു പോകും. കാമദേവ സ്വരൂപമായ സപ്തമുഖം ധരിച്ചാൽ കൊടിയ പാപങ്ങൾ നശിച്ചു പോകും. വിനായക സ്വരൂപമായ അഷ്ടമുഖ രുദ്രാക്ഷം ധരിച്ചാൽ വിഘ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഭൈരവ സ്വരൂപമായ 9 മുഖ രുദ്രാക്ഷം ധരിക്കേണ്ടത് ഇടത് കൈയിലാണ്. എങ്കിൽ ശക്തിയും ഭക്തിയും മുക്തിയും സിദ്ധിക്കുന്നവനായി തീരും. 100 തവണ ബ്രഹ്മഹത്യ ചെയ്ത പാപവും ഇല്ലാതാകും. ജനാർദ്ദന സ്വരൂപമായ ദശമുഖ രുദ്രാക്ഷം അണിഞ്ഞാൽ ഛിദ്രശക്തികൾ മാറി നിൽക്കും. വിഷസ്പർശദോഷങ്ങളും ബാധിക്കില്ല. ഏകാദശ രുദ്രസ്വരൂപമായ 11 മുഖം അണിയേണ്ടത് ശിരസിലാണ്. ഇതിലൂടെ ലഭ്യമാകുന്നത് 1000 അശ്വമേധയാഗങ്ങളുടെ പുണ്യമാണ്. 12 മുഖമുള്ള രുദ്രാക്ഷത്തിൽ കുടികൊള്ളുന്നത് ദ്വാദശാദിത്യന്മാരാണ്. ഇത് അണിഞ്ഞാൽ സൂര്യദേവൻ സന്തോഷിക്കുകയും നമുക്ക് ഒരുപാട് ശക്തിയും ഭക്തിയും ദൃഢതയും ആരോഗ്യവും സർവഗുണങ്ങളും ഈ രുദ്രാക്ഷം ധരിക്കുന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്നതാണ്. രുദ്രാക്ഷത്തെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി അടുത്ത് കാണുന്നത് വരെ നന്ദി, നമസ്തേ.